വർഷങ്ങളായും മറ്റു മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ലാൻഡ് ജിഹാദ് ആണെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ മുനമ്പത്തെ വകഭൂമി പ്രശ്നത്തിൽ ഭൂസംരക്ഷണ സമിതി നടത്തിവരുന്ന റിലേ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമരത്തിൽ CMP നേതാവ് ജോണും സഹപ്രവർത്തകരും മുനമ്പം ഭൂസംരക്ഷണ സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് വളരെയധികം ജനകീയമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണ് എന്ന് എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗോശ്രീ വിഷന് CMPയുടെ എല്ലാ ആശംസ. നിൽക്കുന്ന കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് പറയാമായിരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ മുനമ്പത്തെ ഈ ആളുകൾ ഇന്ന് ഈ സമരപ്പന്തലിനകത്ത് വന്ന് നിൽക്കുന്നതും ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ദയ വേണം. ഇത്രയും വലിയൊരു ഗതികേട് ഈ മനുഷ്യ ജന്മത്തിൽ നമുക്കുണ്ടാവുമോ? ജനിച്ചു വളർന്ന് മുത്തച്ഛന്മാരുമായിട്ടുള്ള ആ മണ്ണിൽ ഇത് ഒരു ദിവസം പെട്ടെന്നൊരു നോട്ടീസ് വന്ന് അടിക്കുകയാണ്, ഇത് തൻ്റെ അല്ലടോ, താൻ ഇറങ്ങിപ്പോ. ആരാണ് ഈ പറയുന്നത്? കോടതിയുടെ യാതൊരു സപ്പോർട്ടുമില്ല. ഒരു ബോർഡെന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഈ വ്യക്തികൾ പറയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. പിന്നീട് അതിനെ രൂക്ഷമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്. അത് അള്ളാഹുവിൻ്റെ ആണോ യേശുവിൻ്റെ ആണോ കൃഷ്ണൻ്റെ ആണോ അതൊന്നുമല്ല പ്രശ്നം, ദൈവത്തിൻ്റെ എന്ന് പറയുന്നു. ആ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ മനം നൊന്നിട്ട് ആ ഭൂമി പിടിച്ചെടുത്തിട്ട് ഇവരെന്താണ് നേടാൻ പോകുന്നത്? ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ എലക്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ആളുകൾ ഇതുവരയ്ക്കും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബില്ലുകളും അതും ഇതും പാസ്സാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ. നെഹ്റുവിൻ്റെ സമയത്തൊരു ബില്ല് പാസ്സായി. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ 2012 ഒരു ബില്ല് കൂടെ പാസ്സായി. പക്ഷെ എന്തുകൊണ്ട് ഈ ബില്ലിൽ ഇന്നിപ്പം ആ ബില്ലിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ബില്ലാക്കി മാറ്റാൻ മോദിജി അതിനുവേണ്ടി ബില്ല് പാസ്സാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ആ ലെറ്റർ കണ്ടതാണ്. നമ്മുടെ ഇവിടുത്തെ MP തന്നെ ലെറ്റർ അയച്ചിരിക്കുന്നു, ഈ ബില്ല് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. പക്ഷെ ഇത് നമുക്ക് ചങ്കൂറ്റത്തോടു കൂടി പറയാം, കാരണം ഇതിനൊരു കോടതി ഓർഡറൊന്നുമില്ല, ഒരു ബോർഡിന്റെ ഓർഡറാണ്. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീട് നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. മരട് ഫ്ലാറ്റ് പോകുന്ന അത് കോടതി ഓർഡറായിരുന്നു. അത് നമുക്ക് പോയി പൈസ കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല, വിട്ടേക്കത്. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഈ ഭൂമി എങ്ങനെ പോകും, ആരുടെ ഓർഡറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും ഓർഡറില്ല, ഒരു ഇമാജിനേറ്ററി ഓർഡർ. ഇത് മാറ്റിയെടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരേണ്ട സമയമാണ്. അതിപ്പോൾ സെൻട്രൽ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാനങ്ങ് വിട്ടിരിക്കുന്നു. സെൻട്രൽ ഭരിക്കുന്നത് സെൻട്രലിൽ തന്നെ ആ റൂളോടെ വരേണ്ട സമയമായിരിക്കുന്നു. അതിന് ശക്തമായിട്ട് നമ്മൾ സെൻട്രൽ ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതും എല്ലാം കഴിഞ്ഞാലും ശരി, ജോണേട്ടൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ആരെയും പറഞ്ഞേക്കില്ല കേട്ടോ. നമ്മളെപ്പോലുള്ളവരൊക്കെ ജീവനോടുള്ളിടത്തോളം കാലം നമ്മളോട് നിൽക്കും. നിങ്ങൾ ശക്തമായിട്ട് വരികയാണെങ്കിൽ അതുപോലെ ശക്തമായിട്ട് നമ്മൾ നിൽക്കും എന്നുള്ള ഒരു വാക്ക് അത് നമ്മളൊക്കെ തീർന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. അല്ല, വെറുതെ പറയല്ല. സ്ഥലം എനിക്ക് പോകാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കുള്ള ആ മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ എല്ലാവരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമില്ലാതെയാണ് ഇപ്പം ജനങ്ങൾ പെരുമാറുന്നത്. അതാണ് ഇവിടെ കാണാത്തത്. പല പാർട്ടിക്കാരും ഇവിടെ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. പാർട്ടിക്കാരെ വിട്ടേക്കും. ഒരു മനുഷ്യത്വപരമായിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ വന്നു നിന്നുകൊണ്ടൊരു ആശ്വാസ വാക്ക് പറയേണ്ട സമയമായിരുന്നു. പക്ഷെ ആരും ഇവിടെ കാണുന്നില്ല. പക്ഷേ ജനങ്ങൾ, കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാർട്ടിപരമായിട്ടും ഗവൺമെന്റ് പരമായിട്ടും ചെയ്യാൻ പറ്റുന്നതെല്ലാം എല്ലാ വിധത്തിലും പ്രശ്നം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും CMPയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ സമരത്തിലെ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ഞാനിവിടെ എത്തിച്ചേർന്നത്.
ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ട മുൻപം കാര്യത്തിൽ ഒരു കാരണവശാലും ജനങ്ങൾ ഇറങ്ങിപ്പോകരുത്, ഇറങ്ങിപ്പോകാനുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടാമതായി, ഇന്ന് കോടതി വിധികൾ അടിക്കടി വരികയാണ്. അതിൽ ഹൈക്കോടതിയുടെ പരാമർശം വന്നു. വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന കോഴിക്കോട് മേരിക്കുന്ന് തപാൽ ഓഫീസ് കേസിന്റെ വിധി വന്നിട്ടുണ്ട്. അത്തരം കേസുകളുടെ അടിസ്ഥാനത്തിൽ, വിധികളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തേണ്ടത് നിയമസഭയും പാർലമെന്റുമാണ്. അപ്പോൾ അതിനുവേണ്ട നിയമ നടപടികൾ ഉണ്ടാവണം. ആ നിയമ നടപടികൾ ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. അവരുടെ കൈവശമുള്ള ഭൂമി വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇത് മുനമ്പത്തെ മാത്രം പ്രശ്നമായിട്ടല്ല CMP കാണുന്നത്. കേരളത്തിൽ ഭൂപ്രശ്നങ്ങൾ വളരെയധികമാണ്. ഒരു ഭാഗത്ത് കടലിൽ നിന്ന് പോകുന്ന ഭൂമി കരമടച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യണം എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വനപ്രദേശങ്ങളിൽ ഇപ്പോൾ ചെങ്ങറ പ്രശ്നം 15 വർഷമായി സമരമാണ്. ആ സമരസമിതിയുടെ ഭാഗമാണ് ഞാൻ. അവർക്ക് റവന്യൂ രേഖകൾ കൊടുക്കണം. ആ റവന്യൂ രേഖകൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ കെട്ടിടം വെച്ച ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അടുത്ത കാലത്താണ് റേഷൻ കാർഡ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഭൂസ്രമങ്ങൾ ശ്രദ്ധ വേണം. ഭൂപ്രശ്നം വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നമായി വളർന്നിരിക്കുന്നു. അത് രാഷ്ട്രീയ പ്രശ്നമായി തീർക്കണം. പക്ഷേ ഇതിന്റെ മറവിൽ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് സ്പർദ്ധ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭൂപ്രശ്നത്തെ, ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള സമരത്തെ ദുർബലപ്പെടുത്തും. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ജാതി, മതം, രാഷ്ട്രീയം അതൊന്നും തന്നെ ഭൂസമരത്തിൽ കലർത്തരുത് എന്ന് CMP അഭ്യർത്ഥിക്കുന്നു. അനീതി കൊണ്ട് നിറയുമ്പോൾ നേരും നിറയും അറിയും ഞങ്ങൾ. പോരാടുമെന്നോർത്തോളൂ. വരുവിൻ സോദരരെ, ഒന്നായി ചേരാം, അണിചേരാം. നീതിക്കായി തീയാവാം. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. എന്തിനാണ് എത്തിയിരിക്കുന്നത്? ജനാധിപത്യ രാജ്യത്ത് നേരുകേടായി പ്രവർത്തിക്കുന്ന ഒരു നിയമം ഭേദഗതി ചെയ്യണമെന്നാണ്. നേരുകേട് എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവനറിയാം അത് അവൻ്റേതല്ല എന്ന് നല്ലതുപോലെ അറിയാം, കൊടുക്കുന്നവനറിയാം അതെൻ്റേതാണ്. അങ്ങനെ ഈ ജനാധിപത്യ രാജ്യത്ത് പ്രമാണങ്ങളും ആധാരങ്ങളും ഉത്തമ വിശ്വാസത്തോടുകൂടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്ക്, ആധാരങ്ങൾക്ക് വിലയില്ല. അത് ഞങ്ങളുടേതാണെന്ന് പറയുന്നത് നേരുകേടാണ്. ഉത്തമ വിശ്വാസത്തോടുകൂടി പിടിച്ചിരിക്കുന്ന ജനങ്ങളോട് വഞ്ചന കാണിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മളെല്ലാവരും വസ്തു കൈമാറ്റം ചെയ്യുന്നവരാണ്, കൊടുക്കുന്നവരാണ്. ഇവിടെ വാങ്ങുന്നവനാരാണ്? ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? ഒന്ന് അർപ്പിക്കുന്നു എന്ന് വെർബലായിട്ടൊന്ന് പറഞ്ഞാൽ മാത്രം ഒരു നിയമമാകുമോ? ഒന്ന് ഞാനിത് കൊടുത്തിരിക്കുന്നു, അത് ആർക്കാണ് കൊടുത്തത്, എന്തിനാണ് കൊടുത്തത്, അതിന്റെ എളിക ഏതാണ്, എന്താണ് അതിന്റെ കാര്യങ്ങളൊന്നും തിരക്കാതെ ഈ വസ്തു ഞങ്ങളുടേതാണെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് തെറ്റാണ്. അത് ഭേദഗതി ചെയ്യണം എന്ന് വളരെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ നിയമത്തിന്റെ വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഏത് നിയമം ഇറങ്ങിയാലും ആ നിയമങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, സമയപരിധി നിശ്ചയിച്ചിരിക്കും. 1995 തുടങ്ങിയതിന് ഇന്നുവരെയും ഈ പരിധി നിശ്ചയിച്ചിട്ടില്ല, സമയപരിധികളില്ല. അതുകൊണ്ട് ഈ നിയമത്തിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കി ഈ ഭേദഗതി ചെയ്യണമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുമെന്ന് വളരെ ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഭൂമാഫിയകളുടെ ഈ രീതി ശരിയല്ല. അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങളുണ്ടല്ലോ, വാങ്ങാനായി നിൽക്കുന്ന. ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അവനവന്റെ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ എടുക്കരുത്. ഞങ്ങളെല്ലാവരും ഈശോയുടെ ഈ ഒരു വലിയ തത്വത്തിൽ വിശ്വസിക്കുന്നതാണ്, ഞങ്ങളുടെ കൽപ്പനയാണ്. ഞങ്ങളെ ആരും ആക്രമിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ആയുധബലത്തോടുകൂടി സാധനങ്ങൾ പിടിച്ചെടുക്കാൻ ഈശോ പഠിപ്പിച്ചിട്ടില്ല.
പക്ഷേ ഈശോ അവസാനം വരെയും സഹിച്ചു. മരണം വരെയും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹിച്ചു. അതിന്റെ പിന്തുടർച്ചയായ ഞങ്ങളും മരണം വരെയും ഈ മൂല്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ, ഈശോ പകർന്നു തന്ന മൂല്യങ്ങൾ മുറുകെ പിടിക്കും. ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച ധാർമ്മിക വിശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും ഈ കൂടിയിരിക്കുന്ന അഭിമന്യ പിതാവും വൈദികരും സന്യസ്തരും പറയുന്നു, ഈ മുനമ്പൻ നിവാസികളോട് ഞങ്ങളുണ്ട്. ഈശോ പഠിപ്പിച്ച ആരുടെയും വസ്തു തട്ടിയെടുക്കാത്ത വലിയ ജനാധിപത്യ മൂല്യമുള്ള സഭയാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം. അത് ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മുനമ്പൻ നിവാസികൾക്ക് ഞങ്ങളുടെ എല്ലാം ഐക്യദാർഢ്യം ഇതോടുകൂടി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ വേദിയിലേക്ക് ഇതേ ദിനം നമ്മുടെ കൂടെ ആയിരിക്കുവാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഇവിടുത്തെ ഈ സമൂഹത്തെ ആശ്വസിപ്പിക്കുമാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. Few words in English. On the 33rd day of our protesting, we are so honored to welcome our Honorable Minister for Labour and Employment, Shobha Kirandreji, the one who has always stood for social justice in her attitude and in her work, especially the state of Karnataka. Recently, she has gone to the places where Waqf Act was trying to be promulgated, where almost 1,200 acres of farmers' land was trying to be seized by the Waqf Board. She was the forerunner there to comfort, to console those people. And after that, people contacted me that she would like to come here to this poor village and console the people on this special day. As she has promised, she is here. From the whole parish and all the people those who are gathered here, we are so happy to welcome her in our midst. Hearty welcome to you. ഈ ഒരു അവസരത്തില് മിനിസ്റ്ററിന്റെ കൂടെ വന്നിരിക്കുന്ന മറ്റുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഈ ഇടവകയുടെ പേരിലും ഭൂസമൃദ്ധ സമിതിയുടെ പേരിലും ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇപ്പോൾ നമ്മളോട് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. Good morning to everyone. Dear Church Bishop, Honorable Church Fathers, and all my people who are really affected by Waqf Act, my leaders, media friends. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ബിഷപ്പുമാര്, ഇന്ന് ഈ വഖഫുമായുള്ള ദുരിതത്തിൽ പെട്ടുപോയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, मैं केंद्र का मंत्री हूँ. पहले भी मंत्री थी कृषि और फूड प्रोसेसिंग का. अभी तीसरे टर्म मोदी जी का तीसरे टर्म भी लेबर एंड एम्प्लॉयमेंट एंड MSME का मंत्री हूँ. ഞാനിപ്പോൾ മന്ത്രിയാണ്. ഇപ്പോൾ നേരത്തെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയായിരുന്നു. ഇന്നിപ്പോൾ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ഇതുമായിട്ട് MSME ആയി ബന്ധപ്പെട്ട മോദി മന്ത്രിസഭയിലെ മൂന്നാം തവണയുള്ള മന്ത്രിയാണ്. फिर भी मैं आपके साथ लड़ाई लड़ने के लिए आई हूँ. ഇന്ന് ഞാൻ നിങ്ങളോട് വന്നിരിക്കുകയാണ്. Fight togetherly with you. നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. क्योंकि पूरे देश में बहुत सारे जमीन किसानों का, मठ का, मंदिर का, चर्च का, ഇന്ന് രാജ്യവ്യാപകമായി लोगों का वक्फ का अंडर आ रही है. लैंड रिकॉर्ड में
वक्फ ऐसे आ रही है. ഇന്ന് രാജ്യത്ത് വളരെയധികം ഭൂമി മഠങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അതുപോലെ പള്ളികളുടെയുമായി ബന്ധപ്പെട്ട് ധാരാളമായി ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി ഇന്ന് വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ്. I protested in Bijapura district of Karnataka. I was sitting for 4 days, day and night, last week, protesting against Waqf tribunal. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബിജാപൂരിൽ ഏതാണ്ട് 2 ആഴ്ച തുടർച്ചയായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ്. वक्फ बिल केंद्र सरकार ने लाया लास्ट पार्लियामेंट में. वक्फ बिल के बाद जेपीसी बनाया, जॉइंट पार्लियामेंट्री कमेटी, ऑल पार्टी कमेटी. उसके बाद कर्नाटका में हर एक जिला में, मैं कर्नाटका का देखी हूँ, हर एक जिला में नया जमीनों को, किसान का जमीन, मठ का जमीन, मंदिर का जमीनों को नोटिस जा रही है. नया, पहले नहीं था. इट वॉज नॉट बिफोर. नाउ न्यू acquisition is coming and also it is coming in the shown in the land record. कर्नाटका में एक भूमि ऐसे एक ऐप है, लैंड रिकॉर्ड का ऐप है. उसी में लास्ट ईयर दिखा रहा था फार्मर्स का नाम. Before it was farmers' land and ancestral property. Now it is showing as a Waqf property. In last 6 months. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് പരിഷ്കരണ നിയമം കൊണ്ടുവരുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്, ഞാൻ കർണാടകത്തിൽ നിന്ന് വരുന്ന ആളാണ്. കർണാടകത്തിൽ വ്യാപകമായി ഇന്നലെ വരെയും അവിടുത്തെ റെക്കോർഡിക്കലായിട്ട് കർഷകരുടെ പക്കം ഉണ്ടായിരുന്ന ഭൂമി ഇപ്പോൾ വളരെ പെട്ടെന്ന് 6 മാസമായി വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോ എല്ലാം തന്നെ വഖഫിന്റെ പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച വ്യാപകമായി കർണാടകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ വരെയും കൃത്യമായ ഒരാളുടെ തണ്ടപ്പേരിൽ ഉണ്ടായിരുന്ന വസ്തു ഇന്ന് വഖഫ് പ്രോപ്പർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. बंधुआ, हमारा लड़ाई है संविधान बचाओ लड़ाई. We have to protect our constitution. क्यों मैं संविधान बचाओ बोलती हूँ? फादर, 1950 में डॉक्टर B.R. अम्बेडकर ने संविधान को दिया देश के लिए. 1950 में तब वक्फ का नाम भी नहीं था, सोच भी नहीं था. कौन सा संविधान बाबा साहेब अम्बेडकर ने दिया है हमारे देश के लिए, तब वक्फ वर्ड नहीं था, वक्फ का सोच भी नहीं था. There was no thinking about वक्फ. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ ഭരണഘടനയുടെ ഒരു സ്ഥലത്തും ഈ വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല വഖഫ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല എന്ന് 1950 വന്ന ഭരണഘടന പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. Like original constitution don't have any वक्फ word. 1954 में कौन भारत छोड़ के गया पाकिस्तान में और बांग्ला में, उसके लिए सोच आया ये जमीन को कौन कौन छोड़ के गया भारत से, उसका जमीन में वक़्फ डालना, उसको वक़्फ को देना, अल्लाह को देना, ऐसा सोच आया पहली बार. 1950 നമുക്ക് വന്നിരിക്കുന്ന ഒറിജിനൽ ഭരണഘടനയിലെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വഖഫിനെ സംബന്ധിച്ച് കാണാൻ കഴിയില്ല. പക്ഷെ 1954 ഈ രാജ്യത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ച് കണക്കെടുക്കുകയും അവരുടെ ഭൂമി വഖഫിന്റേതായി അള്ളാഹുവിന്റേതായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുകയുമായിരുന്നു. 1995 में कब का कांग्रेस सरकार केंद्र में 1954 का वक़्फ एक्ट को अमेंडमेंट किया. 1995 ആ സമയത്തെ സർക്കാർ 1954 ആ സമയത്തെ വഖഫ് നിയമത്തെ ഭേദഗതി ഉണ്ടായി. 1995 में क्या किया? हमारे लिए बहुत खतरनाक बिल है, वो देश के लिए खतरनाक बिल है. क्या किया? सेक्शन 40 में
वो एक्ट में लिखा है, आप पढ़ना चाहिए। इफ ही बिलीव्स दैट, इफ दे बिलीव्स दैट, वो सोच लिया ये वकफ का लैंड है तो वकफ होगा। 1995 നിയമപരിഷ്കാരത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരാള് അയാളുടെ മനസ്സിൽ കരുതുകയാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കരുതിയാൽ മാത്രം മതി അത് വഖഫ് പ്രോപ്പർട്ടിയായി മാറുന്നു എന്നാണ് ആ നിയമനിർമ്മാണത്തെ ഏറ്റവും ഗുരുതരമായ പിഴവ്. सेक्शन 84 में 83 में फादर वकफ का ट्रिब्यूनल बनाया सेक्शन 83 के तहत। इसी में क्या है, वकफ 85 में 83 में वकफ का ट्रिब्यूनल का बात रखा। 85 में हमारा सिविल कोड, हम लैंड लिटिगेशन के लिए वेयर वी गो फॉर लैंड लिटिगेशन, we'll go to Tashikar first, we'll go to AC first, we'll go to DC court, District Commissioner's court, we'll go to civil courts like lower court, we'll go to high court and Supreme Court. हम लड़ते रहेंगे, एक जमीन के लिए कुछ लिटिगेशन है तो हम लड़ते रहेंगे। इतना लड़ने के लिए हमारे लिए ऑप्शन है, तहसीलदार है, एसी है, डीसी है, लोअर कोर्ट है, हाई कोर्ट है, सुप्रीम कोर्ट है। सुप्रीम कोर्ट तक हम जा सकते हैं। बट वकफ, आप बिलीव्स दैट, ही बिलीव्स दैट वो वकफ हो गया, उसका केस लड़ना किधर, केवल वकफ ट्रिब्यूनल में। 1995 നിയമത്തിലെ 40 വകുപ്പ് അനുസരിച്ച് വിശ്വാസത്തിന് അടിസ്ഥാനമായി ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് വഖഫിന്റെ ഭൂമിയാകും. അത് മാത്രമല്ല, അതിലെ 80 വകുപ്പുകൾക്കനുസരിച്ച് സാധാരണ മനുഷ്യന് ഒരു നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് താഴത്തെ കോടതി മുതൽ മുകളിലെ കോടതി വരെ പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ നിയമം, ഈ 95 നിയമത്തിന്റെ സെക്ഷൻ 80ന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും മറ്റ് മുഗൾ കോടതികളെ സമീപിക്കാൻ കഴിയില്ല. അവർ ഈ കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ മാത്രമാണ് എന്ന ഗുരുതരമായ പിഴവ് കൂടി ഈ നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടായി. वकफ ट्रिब्यूनल में कौन होते हैं, हु इज देयर इन वकफ ट्रिब्यूनल? कोई हिंदू नहीं, कोई क्रिश्चियन नहीं। अभी आप फादर सब लोग इधर बैठे हैं, आपका कोई उसी में स्थान नहीं, जैन नहीं, सिख नहीं, हमारे देश में सब है। माइनॉरिटी है तो केवल एक जनांग नहीं है, माइनॉरिटी है तो इसी में क्रिश्चियन आते हैं, सिख आते हैं, जैन आते हैं, बौद्ध आते हैं, सब आते हैं, कोई नहीं है। हमारे राज्य में वकफ ट्रिब्यूनल में केवल एक धर्म का लोग हैं। केस वही डाला, वकफ भूमि वही बनाया, एंड केस भी वकफ ट्रिब्यूनल में जाते हैं। हमको न्याय मिल सकता है क्या? हमारा प्रश्न वही है। സാധാരണ നിയമ സംവിധാനത്തില് ജാതി മത പരിഗണന കൂടാതെയാണ് അവിടെ നിയമം നിർമ്മിക്കുന്ന ആളുകൾ ഒത്തുചേരുന്നത്. പക്ഷെ ഇവിടെ ഈ ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ പാർസിയോ അല്ലെങ്കിൽ ബൗദ്ധനോ ഏതെങ്കിലും ഒരു മതവിഭാഗമില്ല. ആ ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ആളുകൾ ഏക മതത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ്. ആരാണ് നിയമം അവിടെ ശരിയായി ഏകപക്ഷീയോ അല്ലാതെ മറ്റെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നോട്ടീസ് വഴി भेजेंगे, सुनवाई भी वही करेंगे. അവിടെ നിന്ന് അവർ നോട്ടീസ് അയക്കുന്നു, അവർ തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത്. कर्नाटक में मैं धरना बैठने के बाद बहुत केस देखा, बहुत लोग मेरे पास आए, मेरे ऑफिस में आए बेंगलुरु में। उन्होंने बोला हम 20 साल से लड़ रहे हैं, 25 साल लड़े, वी आर फाइटिंग फॉर 20 years, वी आर फाइटिंग फॉर 25 years, बट न्याय नहीं मिला. ഈ ധർണയ്ക്ക് ശേഷം അവിടെ കഴിഞ്ഞ 25 വർഷമായി നീതിക്ക് വേണ്ടി പോരാടുകയാണ്. പക്ഷെ നാളിതുവരെ ആ കാര്യത്തിൽ നീതി ലഭ്യമാക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. बंधुओं, मैं एक ही बात आपको बोल सकती हूँ, अभी 610 फैमिली को इधर नोटिस मिला है। 4 घर को मैंने गई, बहुत दुख हुआ मुझे। 2 घर में, तीनों घर में बूढ़ी, लाइक ओल्ड एज वुमेन, पेशेंट्स, बोल नहीं सकते। महिला का नाम पे घर था, अभी उसका नाम में नहीं है, उसका नाम का जगह में वक्फ आया है। इसके कारण उसको लोन नहीं मिलेगा, घर पर रिपेयर नहीं कर सकते, कोई राज्य सरकार और केंद्र सरकार का कुछ फायदा नहीं मिलेगा।
अभी तो मोदी जी घर दिया तो घर के लिए पैसा दिया तो नहीं मिलेगा, क्योंकि उसका जगह वकफ का नाम में है. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത്. 610 വീട്ടുകൾക്കാണ് ഇന്നിപ്പോൾ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 4 വീടുകൾ സന്ദർശിക്കുന്നുണ്ടായി. അതീവ ദുഃഖമുണ്ട് എനിക്ക്. അതില് എല്ലാവരും രോഗികളാണ്, വാർദ്ധക്യമുള്ളവരാണ്, വളരെ ദയനീയമായ സാഹചര്യമാണ്. അവർക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളിൽ നിന്ന് ലഭ്യമല്ലാത്ത സാഹചര്യമാണ്. മോദി ഗവൺമെന്റ് അനുവദിക്കുന്ന വീടിനുള്ള ആ ഒരു അവകാശം പോലും പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള നീതി ലഭിക്കാതെ ഇരിക്കുവാനുള്ള കാരണം ഇന്നലെ വരെ നമ്മുടേതാണെന്ന് കരുതിയിരുന്ന ആ ഭൂമി ഇന്ന് വഖഫിന്റെ പ്രോപ്പർട്ടിയായി മാറിയിരിക്കുന്ന ദുരവസ്ഥയാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. They are saying that you know better because you are sitting here. They purchased the land. They paid the money. After purchasing, it should be in their name. And 1954 में पहली वक़्फ़ कानून सोच आया. मैंने सरकार को पूछना चाहती हूँ, तब का नेताओं को पूछना चाहती हूँ, 200 years back these people came here, this Monamam. Now 1954 का कानून कैसे लागू होती है, ये मेरा प्रश्न है. कैसे लागू होगा? എനിക്കറിയാം, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവര് പൈസ മുടക്കി ഭൂമി വാങ്ങിച്ചവരാണ്. അപ്പോ 1954 വഖഫ് നിയമം വരുമ്പോ 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പണം മുടക്കി, പൈസ മുടക്കി ജീവിതം കെട്ടിപ്പടുത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് നിയമം ബാധിക്കുന്നതെന്ന് അന്ന് ഈ നിർമ്മാണം നടത്തിയ ആളുകൾ ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്.